ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അതേ ഗൈസ്, ഇന്ന് നമ്മുടെ കോളേജിലെ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ ധാവണിയാണ് ഇട്ടേക്കുന്നത്. എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൊത്തത്തിൽ മാച്ചിങ് ആയിരുന്നു. കമ്മലായാലും വളയായാലും മാലയായാലും ഒക്കെ. അധികം കടയിൽ കയറി ഇറങ്ങാതെ തന്നെ ഇപ്രാവശ്യം കറക്റ്റ് മാച്ചിങ് സംഭവങ്ങളൊക്കെ കിട്ടി. ഞാനതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത് ഞാൻ പിന്നെ തലേദിവസം എടുത്ത വീഡിയോ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പോകാറായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കൂടെ മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഇട്ട് തന്നതാണ്. ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ജസ്റ്റ് കൈ നീട്ടി ഇരുന്നതേ ഉള്ളൂ. ആൾ കൈ അടിപൊളിയായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ കോളേജിലെത്തിയിരിക്കുകയാണ് ഗെയ്സ്. ഈ മെഹന്തി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് കാണുന്തോറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കൈ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതായിരുന്നു മൊത്തത്തിലുള്ള എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. സാരി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ടും മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞാൻ പിന്നെ ധാവണിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആൾക്കാരും എത്തിയിട്ടില്ല. ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ബാക്കിയുള്ളവരൊക്കെ എത്തുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പോർട്ടിക്കോയിലോട്ടൊക്കെ വന്നേക്കുവാണ്. അവിടെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനും പിന്നെ കുറച്ച് പിക്കൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. രാവിലത്തെ കോല ആയിരിക്കത്തില്ല എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ രാവിലെ പിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി പിക്കും കാര്യങ്ങളൊക്കെ കിട്ടും. എവിടെ നോക്ക്, ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ കേസ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും പതുക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ ഫുൾ ഡാൻസ് പ്രാക്ടീസ്, തിരുവാതിര പ്രാക്ടീസ് ഇത് തന്നെയായിരുന്നു. അങ്ങനെ പതുക്കെ തിരുവാതിരയോടെ ഞങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവാതിര ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് പഠിച്ചത്. അതായത് ഇന്നാണ് പരിപാടിയെങ്കിൽ തലേദിവസം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കി 1-2 വട്ടം പ്രാക്ടീസ് ചെയ്ത്. അതിന് മുമ്പത്തെ ദിവസമായിരുന്നു മൊത്തം ഇരുന്ന് പഠിച്ചത്. അതും ഒരു വൈകുന്നേരം. ഞങ്ങൾക്ക് ക്ലാസ് അവേഴ്സിലൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങളിരുന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എന്തോ ഞങ്ങൾ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതൊന്നും മൈൻഡാക്കാൻ വേണ്ടി നിന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഓണ സെലിബ്രേഷനാണ് ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളത്. ഈ കോളേജ് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായെങ്കിലും ഇത് ഞങ്ങളുടെ 2ാമത്തെ ഓണ സെലിബ്രേഷനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ലാസ്റ്റ് നിമിഷം ഓണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞങ്ങളുടെ കോളേജ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സാറ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ വിട്ടുപോയി. അതുകൊണ്ട് അവസാന നിമിഷം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് അവസാനം ഡാൻസിലേക്കും പാട്ടിലേക്കും ഒക്കെ കടന്നേക്കുവാണ്. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് ഗൈസ് ഈ കാണുന്നത്. ഇവ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. ഇത് പിന്നെ ഞങ്ങളുടെ PG ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ മിസ്സിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. മിസ്സ് പിന്നെ തകർത്തു. ഞങ്ങൾ പിന്നെ ഇവിടെ സീറ്റിലിരുന്ന് വൈബടിക്കുമായിരുന്നു. ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ പരിപാടിയൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്
ഈ ലാസ്റ്റത്തെ പാട്ട് പിന്നെ ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെ കളിച്ചാണ്. രാവിലെ വന്ന് സ്റ്റെപ്പ് ഇട്ടങ്ങ് കളിച്ചു. ഇത് ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഗെയ്സ്. സ്റ്റെപ്പ് തെറ്റിയാലെന്താ, ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് കളിച്ചത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും വന്നങ്ങ് വൈബാക്കി ഗെയ്സ്. അങ്ങനെ കൾച്ചറൽസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഗെയിംസിലേക്ക് കടന്നിരിക്കുകയാണ് ഗെയ്സ്. ഗെയിംസും അടിപൊളിയായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് തൂക്കി എന്ന് പറയാമല്ലോ ഗെയിംസ്. ഞങ്ങളുടെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഈ ഗെയിംസ് ആണെങ്കിലും ഞാൻ അധികം ഒന്നും എടുത്തില്ലായിരുന്നു. കാരണം ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട്. എങ്ങാനും ഇനിയും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോറേജ് ഫുൾ ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ അധികം അങ്ങനെ എടുക്കാനായിട്ട് നിന്നില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പയ്യെ തിന്നാൽ പനയും തിന്നാം. അവൻ ഓടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ ഒരു കൗതുകത്തിൻ്റെ പുറത്തങ്ങ് ഓടിയതാണ്, കയ്യിൽ നിന്ന് പോയി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ലെസ്ലി സാറ്. സാറിൻ്റെ വരവ് കണ്ടാലേ അറിയാമല്ലോ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണെന്ന്. അതെ, ലെമൺ ആൻഡ് സ്പൂൺ കോമ്പറ്റീഷൻ ഇനിയാണ് സത്യത്തിൽ തുടങ്ങുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ക്യാമറ വരെ ഞാൻ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. ഞാൻ നടുക്ക് കയറിയിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ആ മേളിൽ കാണുന്ന കയറ് കണ്ടോ, അത് ഫസ്റ്റ് പാസ് ചെയ്യുന്ന ആളായിരിക്കും ജയിക്കുന്നത്. സാധാരണ ലെമൺ ആൻഡ് സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടേക്കുന്നത് ഇവർ നടക്കുന്ന പോലെ നടത്തുമായിരുന്നു. ഈ 2 സാറുമാരും കൂടെ ഓടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നടുക്ക് കയറി വീഡിയോ എടുത്തു കൊടുക്കുന്നു. അങ്ങോട്ടും നീങ്ങാൻ വയ്യ, ഇങ്ങോട്ടും നീങ്ങാൻ വയ്യ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചങ്കും ചങ്കെടുപ്പുമായ ഞങ്ങളുടെ സ്വന്തം HOD എബിൻ സാറ്. ഫസ്റ്റ് റൗണ്ടിലുള്ള സാറിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടല്ലോ. ഇനിയുമാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. സെക്കൻഡ് റൗണ്ട് കൂടെ ഒന്ന് കണ്ടു നോക്കേ. നേരത്തെ ഓടി വന്ന 2 സാറുമാരുടെ മത്സരമൊന്നും കാണാതെ ഒന്നും അറിയാതെയാണ് ഞങ്ങളുടെ എബിൻ സാറ് നടുക്ക് പോയി നിൽക്കുന്നത്. പാവമുണ്ട്, ഇനിയാണ് കാണേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡിലോട്ട് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പായസം അടിച്ച് മാറ്റാൻ നോക്കുക ഇവിടെ ഒരുത്തൻ. ഇപ്രാവശ്യം അസോസിയേഷൻ്റെ വക ഞങ്ങൾക്ക് പായസവും ബോളിയായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു ഗെയ്സ്. ഞാൻ പായസവും ബോളിയും കൂടെ അങ്ങനെ കമ്പൈൻ ചെയ്ത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതും ഒന്നിച്ച് കഴിക്കേണ്ടതാണെങ്കിൽ ഞാൻ പായസം വേറെ ബോളി വേറെ അങ്ങനെയാണ് കഴിച്ചത്. അങ്ങനെ വയറൊക്കെ ചെറുതായിട്ട് നിറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കോളേജിൽ. കേസ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓണം സെലിബ്രേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓണം സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴാണ് ഒരാൾ എത്തിയേക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഇനി കോളേജിൻ്റെ ഓണം എന്താണ് പേര്? തകതോർ 2025. ഭയങ്കര പ്രതീക്ഷയാണ് അത് എന്താവും അറിയില്ല. കോളേജിൻ്റെ സെലിബ്രേഷൻ തുടങ്ങാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു, വടംവലി മത്സരമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ കൊണ്ടുവന്ന് സ്പീക്കർ വെച്ച് ജസ്റ്റ് ഒന്ന് വൈബായതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒതുങ്ങേണ്ട സംഭവം അവസാനം കോറിഡോർ എത്തി ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം അങ്ങ് വ്യാപിച്ചു എന്ന് പറയാമല്ലോ. പിന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഇത് ശരിക്കും അടിപൊളിയായിരുന്നു. ഓണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഡാൻസ് കളിച്ചത്. എത്ര നേരം പാട്ട് വെച്ച് ഡാൻസ് കളിച്ചു എന്നറിയോ. അവിടെ കോളേജിൻ്റെ വടംവലി കിടക്കുമ്പോൾ ഞങ്ങളിവിടെ പാട്ട് വെച്ച് ഞങ്ങൾ വേറൊരു വൈബിലായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഈ ഒരു സംഭവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമായിരുന്നു. ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അടിപൊളി വൈബായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വന്ന കോളേജിൻ്റെ സെലിബ്രേഷൻ കാര്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഫോൺ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.